അവനെ കൊണ്ട് പറ്റുന്ന പോലെ, അത് ബോളിംഗ് ആയിക്കോട്ടെ, ബോളിംഗ് പറ്റില്ല, ബാറ്റിംഗ് ആയിക്കോട്ടെ, ഇനി ഒന്നും പറ്റില്ല, ഫീൽഡിങ്, അവൻ ഏത് സിറ്റുവേഷനിലും എവിടെ ഇട്ടാലും 4 കാലം വീടുന്നെന്ന് പറയുന്ന ആള് വിരാട് കോഹ്ലി കിങ് ഈസ് ബാക്ക്. അദ്ദേഹത്തിന്റെ ഒരു വാശിയാണ് കേട്ടോ, ഭയങ്കര വാശി. പാകിസ്ഥാനെ കണ്ടുകൂടാൻ വിരാട് കോഹ്ലിക്ക് പറ്റത്തുള്ളൂ. ഫോം ഔട്ടിൽ നിന്ന് തിരിച്ചു കയറാൻ പാകിസ്ഥാനായിട്ടുള്ള ഒരു മത്സരത്തിൽ തിരിച്ചുമാരെ ഒരു തരത്തിലും ജയിപ്പിക്കത്തില്ല എന്നുള്ളൊരു വാശിയുള്ള, അല്ലെങ്കിൽ അത്രയും ഒരു മെന്റാലിറ്റി ഉള്ള ഒരാൾ. വെരി നെക്സ്റ്റ് ബോളിൽ ബാക്ക് ടു ഗുഡ് ലൈനിലെ ഒരു ബോൾ വരുന്നു, അതും ഔട്ട്സിംഗ് ആയിട്ടുള്ള ഒരു ബോൾ വരുന്നു. അത് ബാബറിന്റെ ബാറ്റിന്റെ എഡ്ജ് തട്ടിക്കുക, അല്ലെങ്കിൽ തന്നെ പാകിസ്ഥാനെ കാണുമ്പോൾ ഹാർദിക് പാണ്ഡ്യക്ക് അങ്ങോട്ട് പിടിക്കത്തില്ല. ഒരു ബോധവും പൊക്കണവും ഇല്ലാത്തൊരു കളിയാണ് ഇവന്മാര് കളിച്ചുകൊണ്ടിരിക്കുന്നത്. മറ സ്കോഡേ ശരിയല്ല. ഈ നാവുണ്ടല്ലോ, അത് ഇങ്ങനെ കിടന്ന് ആടിക്കൊണ്ടിരിക്കുന്നല്ലാണ്ട് ഒരു കാര്യമില്ല. കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഹാർദിക് പാണ്ഡ്യയുടെ ആ സ്പെല്ല് തന്നെയാണ്. അപ്പം അവർ വിചാരിച്ചു ഓക്കെ ഇന്ത്യ പ്രഷറിലോട്ട് പോകുമെന്ന് വിചാരിച്ച് അങ്ങോട്ട് നിൽക്കുമ്പോഴത്തേനും ശുഭ്മാൻ ഗില്ല് രോഹിത്തിന്റെ ആ സംഭവം മേടിച്ചു. DRS മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ കാത്തിരുന്ന ആ ഒരു മത്സരം അല്ലെ, ശരിക്കും പറഞ്ഞാൽ എൽ ക്ലാസിക്കോ എന്നൊക്കെ പറയാം, അല്ലെങ്കിൽ ബത്ത ശത്രുക്കൾ എന്ന് തന്നെ പറയേണ്ടി വരും. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള മത്സരം എന്താ പറയാ, നമ്മൾ പ്രെഡിക്റ്റ് ചെയ്ത പോലെ തന്നെ ഇന്ത്യ വിജയിച്ചു എന്നുള്ളത് തന്നെയാണ്. പക്ഷെ എപ്പോഴും ഇന്ത്യ പാകിസ്ഥാൻ വരുമ്പോൾ എല്ലാവരുടെ ഉള്ളിൽ ഒരു ചങ്കെടുപ്പാണ്, ഇൻ കേസ് ആണ് നമ്മൾ തോറ്റുപോയാലോ എന്നുള്ളൊരു ഇത്. പക്ഷെ കളി അങ്ങോട്ട് തുടങ്ങി കുറച്ചാകുമ്പോഴത്തേനും നമുക്ക് മനസ്സിലാകും, ഇല്ല ഇതും തോക്കാനൊന്നും പോകുന്നില്ല, നമ്മൾ ജയിക്കും എന്നുള്ളൊരു സംഭവം നമുക്ക് മനസ്സിലാവും. അപ്പം എന്തായാലും എല്ലാം ഈ പറയുന്ന പോലെ ക്രിക്കറ്റ് പണ്ഡിതന്മാരും ഒക്കെ പ്രെഡിക്റ്റ് ചെയ്തതും, അല്ലെങ്കിൽ നമ്മള് ക്രിക്കറ്റ് ഫാൻസ് ആണെങ്കിലും പ്രെഡിക്റ്റ് ചെയ്തിട്ടൊരു കാര്യമാണ്, പാകിസ്ഥാൻ ജയിക്കത്തില്ല, സാധ്യത വളരെ കുറവാണ്. കാരണം അത്രയും ഫ്ലോപ്പ് ആയിട്ടുള്ള ഒരു ടീമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ പാകിസ്ഥാന്റെ ടീം. അപ്പം അതുകൊണ്ട് തന്നെ നമുക്കറിയായിരുന്നു ഇന്ത്യ ജയിക്കുന്നുള്ളത്. പക്ഷെ ഇത്രയും ഒരു വൺ സൈഡഡ് ആയിട്ട് മാറും എന്നുള്ളത്, പൂർണ്ണമായിട്ട് ഒരു വൺ സൈഡഡ് ആയിട്ട് മാറും എന്നുള്ള കാര്യം നമുക്ക് അറിയത്തേ ഇല്ലായിരുന്നു. അപ്പൊ എന്തായാലും പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനൊരു എന്തൊരു അവസ്ഥയാണല്ലേ. ശരിക്കും പറഞ്ഞാൽ 30-32 വർഷങ്ങൾക്ക് ശേഷം പാകിസ്ഥാനിൽ ഒരു ICC ടൂർണമെന്റ് ഹോസ്റ്റ് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടിയിട്ട് 4ാം ദിവസം ഇതെല്ലാം കൂടെ ചുരുട്ടിക്കെട്ടി ഇനിയിപ്പോ അടുത്തൊരു മത്സരമുണ്ട് ആരുമായിട്ടാ, ബംഗ്ലാദേശുമായിട്ട്. ജയിച്ചാലും ജയിച്ചില്ലായാലും പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. എന്തൊരു അവസ്ഥയാണെന്ന് ആലോചന. നമുക്കറിയാം ഇപ്പൊ ഈ ചെറിയ ടീമായിട്ടുള്ള നേപ്പാള്, അതുപോലെ തന്നെ എന്താ പറയുന്നത് സിംബാബ്വെ, അല്ലെ അങ്ങനെയൊക്കെയുള്ള ചെറിയ ടീമുണ്ടല്ലോ, ഈ ഇന്റർനാഷണൽ ലെവലിലോട്ട് കളിച്ച് വന്നുകൊണ്ടിരിക്കുന്ന അത്തരത്തിലുള്ള, അവരെ സംബന്ധിച്ച് അവർക്ക് ഹോസ്റ്റിംഗ് കിട്ടുന്നത് തന്നെ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. അങ്ങനെയുള്ളവരൊക്കെയും ഒരുപക്ഷെ ടൂർണമെന്റിൽ തന്നെ വളരെ പെട്ടെന്ന് തന്നെ പുറത്താകുമായിരിക്കും. പക്ഷെ അവർക്ക് ആ ഹോസ്റ്റിംഗ് കിട്ടുന്നത് തന്നെ വലിയ കാര്യമായിരിക്കും. ഇപ്പൊ അതുപോലൊരു അവസ്ഥയിലോട്ടാണ് പാകിസ്ഥാന്റെ കാര്യം. കാരണം ഹോസ്റ്റിംഗ് രാജ്യമാണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. യാതൊരുവിധ, എനിക്ക് തോന്നുന്നു അതിനേക്കാളും മികച്ച രീതിയിലാണ് മറ്റു പ്ലേയേഴ്സ് അവിടെ കളിക്കുന്നത്. അപ്പൊ യാതൊരുവിധ ഈ പറയുന്ന ബോധമോ പൊക്കണോ, നമ്മൾ അങ്ങനെ പറയത്തില്ല, ഒരു ബോധവും പൊക്കണോ ഇല്ലാത്തൊരു കളിയാണ് ഇവന്മാര് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവരുടെ സ്കോഡേ ശരിയല്ല. ഇവന്മാർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പറയത്തക്കവണ്ണായിട്ടുള്ള ഒരു നല്ലൊരു ഈ പറയുന്ന പ്ലേയിങ് 11 പോലും ഇല്ല. അല്ലാണ്ട് ഈ പറയുന്ന പോലെ വലിയ ഈ നാവുണ്ടല്ലോ, അത് ഇങ്ങനെ കിടന്ന് ആടിക്കൊണ്ടിരിക്കുന്നല്ലാണ്ട് ഒരു കാര്യമില്ല. ഈ പറഞ്ഞ ഈ നാവുണ്ടല്ലോ, ഈ നാവ് മാത്രമേ ഉള്ളൂ അവർക്ക്. അത് വെച്ച് ഇങ്ങനെ പലതും പറയാം, ഞങ്ങൾ അങ്ങനാണ്, ഞങ്ങൾ ഇങ്ങനെയാണ്, ഞങ്ങൾ ആനയാണ്, ഞങ്ങൾ ചേനയാണെന്നൊക്കെ ഇങ്ങനെ പറയാന്നല്ലാണ്ട് ഇതൊന്നും കളിക്കളത്തിലൊന്നും കാണത്തൊന്നുമില്ല. അവർ തന്നെ അവകാശപ്പെടുന്നത് ഭയങ്കര ഏതോ ഈ പറയുന്ന വലിയ കളിയാണ്, വലിയ മാച്ചാണ്, അങ്ങനാണ് ഇങ്ങനാണ്, ഞങ്ങൾ വലിയ നിലവാരമുള്ള കളി പുറത്തെടുക്കും എന്നൊക്കെ പറയുന്നതല്ലാണ്ട് അതിനകത്ത് അങ്ങനെ ഒന്നും കാണുന്നില്ല. ഇവിടെ മത്സരത്തോട്ട് വരുമ്പോഴത്തേനും നമുക്കറിയായിരുന്നു അവിടുന്ന് അവരുടെ ആ ഒരു ഇതിൽ നിന്ന് ഇങ്ങോട്ട് മാറി വരുമ്പോഴത്തേന് ദുബായിലെ കണ്ടീഷനിലോട്ട് വരുമ്പോഴത്തേന് അവർ എണ്ണ വരയ്ക്കും എന്നുള്ള കാര്യം നമ്മൾ ഓൾറെഡി നമുക്ക് പ്രെഡിക്റ്റ് ചെയ്ത കാര്യമാണ്. അവർക്കും അതേപോലെ തന്നെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അറിയായിരുന്നു. ഈ പറയുന്ന അത്ര എളുപ്പമുള്ള കാര്യമല്ല. എന്നാൽ ഒരു 250 മണ്ടയ്ക്കോട്ടൊരു സ്കോർ എടുക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു മുൻതൂക്കം ഉണ്ടാക്കാം എന്നുള്ളൊരു വ്യക്തമായിട്ടുള്ളൊരു ധാരണ അവർക്കുണ്ടായിരുന്നു. പാകിസ്ഥാൻ ഉണ്ടായിരുന്നു, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു ധാരണ വെച്ചുകൊണ്ട് തന്നെയാണ് അവർ ബാറ്റ് ചെയ്തത്. ഈ പറയുന്നത് പോലെ നമ്മുടെ ഇമാമുൽ ഹക്ക് ഈ പറയുന്ന പോലെ ഒരു അവസരം കിട്ടി. അങ്ങനെ അദ്ദേഹം ബാറ്റ് ചെയ്യാൻ വരുന്നു, ബാബറിന്റെ ഓപ്പണിംഗ് പെയറായിട്ട് വരുന്നു. രണ്ടുപേരും അപ്പാടെ പരാജയപ്പെടുന്നു. എനിക്കൊന്നും ബാബർ കുറച്ചുകൂടെ നമ്മൾ പതിവിലും കഴിഞ്ഞ മത്സരത്തിലേക്കാളും വിപരീതമായിട്ട്, കാരണം അവിടുത്തെ അത്യാവശ്യം ഒരു നല്ല പിച്ചില് വളരെ ടെസ്റ്റ് കളിക്കുന്ന രൂപത്തിൽ കളിച്ച ബാബർ ഇവിടെ ഇച്ചിരി മോശം കണ്ടീഷനിൽ വരുമ്പോഴത്തേനും നല്ല രീതിയിൽ ബാറ്റ് ചെയ്യുന്നു. 88 സ്ട്രൈക്ക് റേറ്റില് 26 ബോളിൽ 23 എന്നുള്ള റൺസിലോട്ട് ബാബർ എത്തുകയാണ്. വളരെ ഡേഞ്ചറസ് ആയിട്ട് തന്നെ ബാബർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം അവിടാണ് നമ്മുടെ
ഹർദിക് പാണ്ഡ്യയുടെ ആ ഒരു വരവ്. കാരണം നമുക്കറിയാം ഷമിക്ക് തുടക്കം തന്നെ ചെറിയൊരു പരിക്കിന്റെ ഒരു ലക്ഷണം കാണിച്ചപ്പം ഷമി ഒരു ചെറിയൊരു ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് കയറിപ്പോയി. അപ്പം അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ട ഹർദിക്ക് ഈ പറയുന്ന പോലെ ഷമി പോയതിന്റെ ആ ഒരു ഉത്തരവാദിത്വം എങ്ങനെ ഏറ്റെടുക്കാൻ കഴിയുമോ ആ രീതിയിൽ തന്നെയാണ്. അല്ലെങ്കിൽ തന്നെ പാകിസ്ഥാനെ കാണുമ്പോൾ ഹാർദിക് പാണ്ഡ്യക്ക് അങ്ങോട്ട് പിടിക്കത്തില്ല പാണ്ഡ്യ. അപ്പം അതുകൂടാതെ തന്നെ ഷമിയുടെ ഒരു കുറവും കൂടെ നികത്തണമല്ലോ പവർ പ്ലേയിൽ എന്നുള്ളൊരു ഉത്തരവാദിത്വം കൂടെ ഹർദിക് പാണ്ഡ്യക്ക് ഉണ്ടായിരുന്നപ്പോൾ അവനത് കൃത്യമായിട്ട് അത് ക്യാരി ചെയ്തു. കൃത്യമായിട്ടുള്ള ബോളുകൾ കൃത്യതയോടെ തന്നെ എറിയാനായിട്ട് അദ്ദേഹം ശ്രമിച്ചു. അങ്ങനെ ആദ്യത്തെ ഓവർ കടന്നുപോയി. അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ ഓവർ ഏകദേശം പവർ പ്ലേയിലെ ഒമ്പതാമത്തെ ഓവറിൽ ഈ പറയുന്ന ഒരു വൈഡായിട്ടൊരു യോർക്കർ, ഓഫ് സ്റ്റോമിന് പുറത്തൊരു യോർക്കർ എറിയാനായിട്ടുള്ള ശ്രമം ഈ പറയുന്ന ഹർദിക്കിന്റെ പാളി പോവുകയാണ്. ചെറുതായിട്ടൊരു ഫുൾ ടോസ് ആണ് വരുന്നത്. അത് ബാബർ കൃത്യമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ബൗണ്ടറി നേടുന്നു. അത്രയും നേരം കൃത്യമായിട്ട് ബോൾ ചെയ്തുകൊണ്ടിരുന്ന ഹർദിക് പാണ്ഡ്യക്ക് അവിടെ പിഴച്ചു പോയപ്പം വളരെയധികം ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ടായിരുന്നു. അപ്പൊ അത് അദ്ദേഹത്തിന്റെ മുഖത്ത് നമുക്ക് പിന്നീട് കാണാൻ കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ ഈ പറയുന്ന പോലെ ആക്ഷനിൽ നമുക്കത് കാണാൻ കഴിഞ്ഞു. അത്രത്തോളം ഫ്രസ്ട്രേഷൻ ഉണ്ടായിരുന്നു. വെരി നെക്സ്റ്റ് ബോളിൽ ബാക്ക് ടു ഗുഡ് ലൈനിലെ ഒരു ബോൾ വരുന്നു. അതും ഔട്ട്സിംഗ് ആയിട്ടുള്ള ഒരു ബോൾ വരുന്നു. അത് ബാബറിന്റെ ബാറ്റിന്റെ ഇടിച്ചു തട്ടി KL രാഹുലിന്റെ കയ്യിലിട്ട് പോകുന്ന ആ ഒരു ഫീൽ ഉണ്ടല്ലോ, അത് ഭയങ്കരമായിരുന്നു. കാരണം അത്രയും കൃത്യതയായിട്ടുള്ള ഒരു ബോളിംഗ് ആണ് ഹർദിക് പാണ്ഡ്യ നടത്തിക്കൊണ്ടിരിക്കുന്നുള്ളതിന്റെ ഒരു തെളിവായിരുന്നു. അത് നമുക്ക് അറിയാം. ഈ ഒരു മത്സരത്തിലുടനീളവും ഹർദിക്കിന്റെ ബോളിംഗ് വേറിട്ട് തന്നെ നിന്നു. എന്താ പറയുന്നത്, ഒരു മെയിൻ ബോളർ എങ്ങനെയാണോ പന്തെറിയുന്നത് ആ ഒരു നിലവാരത്തിലോട്ട് ഹർദിക് പാണ്ഡ്യ മാറി എന്നുള്ളതാണ്. അത് ശരിക്കും പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഒത്തിരി 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 പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പം അവർക്ക് 10 ഓവറിൽ 52 ഈ പറഞ്ഞ പോലെ 2 വിക്കറ്റുകൾ പോയി. ഇമാം ആവേശം കാണിച്ച് ഓടിയതാണ്. അതും അക്സർ പട്ടേലിന്റെ കീഴിൽ സ്ട്രേറ്റ് റോഡ് അക്സർ പട്ടേലിന്റെ കീഴിലോട്ട് ഇട്ടിട്ട് ഇറങ്ങി ഓടിയതാണ്. അക്സർ പട്ടേൽ ഒറ്റയേറിന് കുറ്റി പറിച്ച്. അപ്പൊ അങ്ങനെ ഇമാമുകൾക്കും പുറത്തായി. ഈ പറയുന്ന ബാബർ അവർ രണ്ടുപേരും 10ഉം ഇമാമുകൾക്ക് 10ഉം ബാബർ 23 റൺസ് എടുത്ത് പുറത്തായി. പവർ പ്ലേയിൽ 10 ഓവറിൽ 52-2 എന്നുള്ള നിലവിട്ട് വന്നു. 20 ഓവർ ആയപ്പോഴത്തേനും 79-2 അങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇവിടെ എടുത്തു പറഞ്ഞിട്ടൊരു കാര്യം, ഇതിന്റെ ഇടയ്ക്ക് കുറച്ച് നല്ല നല്ല മൊമെന്റ്സുകളൊക്കെ ഉണ്ടായി. റിസ്വാന്റെ ക്യാച്ച് ഡ്രോപ്പ് ചെയ്തു റാണ. അപ്പം ഒരു ഡിഫിക്കൽട്ടി ക്യാച്ചാണ്. റാണയ്ക്ക് പറ്റുന്ന പോലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് തന്നെ റാണ എടുക്കാനായിട്ട് നോക്കി. പക്ഷെ അത് ഡ്രോപ്പ് ആയി പോയി. അപ്പം ഹർദിക്ക് ഈ പറഞ്ഞ ഹർദിക്കിന്റെ 33ാമത്തെ ഓവറാണ് ഹർദിക്കിന് കിട്ടുന്നത്. അപ്പം ഹർദിക്ക് കുറച്ച് ഫ്രസ്ട്രേറ്റഡ് ആകുന്നുണ്ട്. അപ്പം നമുക്കറിയാമല്ലോ റിസ്വാൻ എന്ന് പറഞ്ഞ് നല്ല രീതിയിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം റിസ്വാനും അതുപോലെ തന്നെ ഈ പറഞ്ഞ സൗദ് ഷക്കീൽ എന്ന് പറഞ്ഞിട്ടുള്ള പ്ലെയറും അദ്ദേഹം 62ഉം മുഹമ്മദ് റിസ്വാൻ 46. ഇപ്പൊ ഇവരുടെ രണ്ടുപേരുടെ ഒരു പാർട്ട്ണർഷിപ്പ് 104 റൺസോളം എടുത്ത ഒരു പാർട്ട്ണർഷിപ്പാണ്. അപ്പം അത് എങ്ങനെയല്ലോ ബ്രേക്ക് ചെയ്യണം. അത് ഏറ്റവും കൂടുതലും ഹർദിക്കിനാണെങ്കിൽ അത് എങ്ങനെയല്ലോ കളഞ്ഞു പറ്റുന്നുള്ളൊരു വാശിയുള്ളത് പോലെയാണ്. ഹർദിക്ക് ആവുന്ന ശ്രമിച്ചു, അങ്ങനെ ഒരു ക്യാച്ച് അവസരം കിട്ടി. റാണെ കൊണ്ട് എടുക്കാൻ കഴിയുന്നില്ല. കാരണം ഇച്ചിരി ഡിഫിക്കൽട്ട് തന്നെയാണ്. അദ്ദേഹത്തിന് 100% ഇട്ടു. നമുക്ക് അതൊന്നും പറയാൻ പറ്റില്ല. റാണയെ നമുക്ക് അങ്ങനെ കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല. പക്ഷേ വെരി നെക്സ്റ്റ് ഓവറിൽ അക്സർ പട്ടേലാണ് അടുത്ത ഓവർ എറിയുന്നത്. അക്സർ പട്ടേൽ ഈ പറഞ്ഞ റിസ്വാന്റെ കുറ്റി അങ്ങോട്ട് തെറിപ്പിച്ചു. അപ്പോൾ ഉണ്ടായ ഒരു ഫീൽ ഉണ്ടല്ലോ. അതിന് തൊട്ട് മുമ്പത്തെ ഓവറിൽ നമ്മൾ പ്രതീക്ഷിച്ച ഒരു ബ്രേക്ക് ത്രൂ കിട്ടാതെ ക്യാച്ച് ഡ്രോപ്പ് ആയി പോയി, ഒരു അവസരം കിട്ടിയിട്ട് പാടായിപ്പോയി. അതെല്ലാവർക്കും ഭയങ്കര ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ടായി, വിഷമം ഉണ്ടായി. പക്ഷെ അടുത്ത ഓവറിൽ തന്നെ അതേ റിസ്വാന്റെ കുറ്റി തെറിപ്പിച്ചുകൊണ്ട് അക്സർ വന്നപ്പോഴത്തേനും ആ ഒരു ഫീല് അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീലായിരുന്നു ആ സമയത്ത്. അതിനുശേഷം അതേ ഓവറിൽ തന്നെ ഈ പറയുന്നത് സൗദ് ഷക്കീൽ അദ്ദേഹത്തിന്റെയും ക്യാച്ച് ഇതുപോലെ ഡ്രോപ്പ് ചെയ്യുന്നു. അതായത് കുൽദീപ് യാദവ് ഡ്രോപ്പ് ചെയ്യുന്നു. അപ്പം അതിനുശേഷം അതിന്റെ തൊട്ടടുത്ത ഓവർ ഹർദിക് പാണ്ഡ്യയാണ് എറിയുന്നത്. ഹർദിക് പാണ്ഡ്യ ഈ പറയുന്നത് സൗദ് ഷക്കീലിന്റെ വിക്കറ്റ് എടുക്കുകയും ചെയ്യുന്നു. അതായത് സെറ്റിൽ ആയിട്ടുള്ള 2 ബാറ്റ്സ്മാൻമാർ, അതായത് ഹർദിക്കിന്റെ ഓവറിലെ ക്യാച്ച് റിസ്വാന്റെ ക്യാച്ച് റാണ മിസ്സാക്കിയപ്പോൾ അടുത്ത ഓവറിൽ തന്നെ അക്സർ ഈ റിസ്വാന്റെ വിക്കറ്റ് നേടി. അതേ ഓവറിൽ തന്നെ അക്സറിന്റെ ഓവറിൽ തന്നെ സയ്യിദ് ഷക്കീലിന്റെ വിക്കറ്റ് ഇപ്പൊ കുൽദീപ് ക്യാച്ച് ഡ്രോപ്പ് ചെയ്തപ്പം അടുത്ത ഓവറിൽ ഹർദിക് പാണ്ഡ്യ അവിടെ അത് പാച്ചപ്പ് ചെയ്തു. അദ്ദേഹം സൗദ് ഷക്കീലിന്റെ വിക്കറ്റ് എടുത്തു. അങ്ങനെ 2 സെറ്റിൽ ബാറ്റ്സ്മാൻമാരുടെ വിക്കറ്റോടെ എടുത്തപ്പോഴത്തേനും നമ്മൾ കളിയിൽ ഏകദേശം പിടിമുറിക്കുന്നു നമുക്ക് ഏകദേശം മനസ്സിലായി. അങ്ങനെ 37ാമത്തെ ഓവറിൽ ഫസ്റ്റ് ബോളിൽ ജഡേജ
തയബ് താഹിറിനെ കൂടെ വളരെ പെട്ടെന്ന് തന്നെ പുറത്താക്കിയപ്പോഴത്തേനും നമ്മൾ കുറച്ച് മേൽക്ക് ഈ പറയുന്ന പോലെ നമ്മൾ ഈ മത്സരത്തിൽ നേടിയെന്ന് നമുക്ക് തോന്നി. അതിനുശേഷം കുൽദീപ് യാദവ് വന്നിട്ട് 2 വിക്കറ്റുകൾ, ഒരു ഓവറിൽ തന്നെ 2 വിക്കറ്റുകൾ നേടുന്നു. ആരുടെയൊക്കെ വിക്കറ്റാണ്? ഒന്ന് സൽമാൻ അലി ആഖയുടെ വിക്കറ്റും അതുപോലെ തന്നെ ഷഹീൻ അഫ്രീദി ഫസ്റ്റ് ബോളിൽ തന്നെ പുറത്താക്കി ഷഹീൻ അഫ്രീദിയെ. ഇവരുടെ 2 പേരുടെയും വിക്കറ്റോടെ നേടിയപ്പോഴത്തേനും ഇവർ വളരെ ശ്രദ്ധിച്ചാണ് കളിച്ചത്. കാരണം ഇവർക്ക് എന്താ പറയുന്നത്, ഒരു 250 മണ്ടയ്ക്കൊട്ടുള്ള റൺസ് എടുത്താൽ മതിയായിരുന്നു. അങ്ങനെ അവർ വളരെ ശ്രദ്ധിച്ച് കളിച്ചു വന്നപ്പം അവസാനം നമ്മൾ വിക്കറ്റ് എടുത്തപ്പോഴത്തേനും ഇവരെന്തിനാണ് ഇത്രയും ശ്രദ്ധിച്ച് കളിച്ചത് എന്ന് ചിന്തിപ്പിക്കുന്ന ഒരു രീതിയിലായിട്ടായിപ്പോയി അവരുടെ അവസാനം വന്നത്. അതായത് 250 മണ്ടയ്ക്കൊട്ടുള്ള റൺസ് പ്രതീക്ഷ ഇറങ്ങിയ പാകിസ്ഥാന് 41 റൺസ് എടുക്കാനേ കഴിഞ്ഞിട്ടുള്ളൂ. 49 മറ്റ് 4 ഓവറിൽ ഓൾ ഔട്ട് ആവുകയും ചെയ്തു. നമ്മുടെ ബോളിങ്ങിലോട്ട് വരുമ്പോഴത്തേനും എല്ലാവരും പക്കയായിട്ടാണ് ബോൾ ചെയ്തത്. എല്ലാവരും ഒന്നിനൊന്നും വെച്ചാണ്. കുൽദീപ് യാദവ് വിക്കറ്റുകൾ കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ വിക്കറ്റുകൾ കിട്ടുന്നില്ലെങ്കിൽ ഈ തവണ വിക്കറ്റുകൾ കൂടി നേടിയിട്ടാണ്. 9 ഓവറിൽ 40 റൺസിന് 3 വിക്കറ്റ്. ഹർദിക് പാണ്ഡ്യ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഹർദിക് പാണ്ഡ്യയുടെ ആ സ്പെല്ല് തന്നെയാണ്. ഹർദിക് പാണ്ഡ്യയുടെ വീഡിയോ നമുക്ക് പ്രത്യേകം ഒന്ന് ചെയ്യണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. കാരണം 8 ഓവറിൽ 31 റൺസ് കൊടുത്ത്, അതായത് ഏറ്റവും എക്കോണമി കുറഞ്ഞിട്ട് ഉള്ളൊരു ബോളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ പറഞ്ഞ ഹർദിക് പാണ്ഡ്യയാണ്. 2 വിക്കറ്റുകളും നേടിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സ്പെല്ല്, അദ്ദേഹത്തിന്റെ ഒരു വാശിയാണ് കേട്ടോ, ഭയങ്കര വാശി. പാകിസ്ഥാനെ കണ്ടുകൂടെന്നാ തോന്നുന്നത്. അതുപോലെ തന്നെ ഹർഷിത് റാണയും ഈ പറഞ്ഞ മികച്ച രീതിയിലുള്ള ഒരു ബോളിംഗ് പ്രകടനം കാഴ്ചവെച്ചു. 7.4 ഓവറിൽ 30 റൺസ് വിട്ട് കൊടുത്തുകൊണ്ട് 1 വിക്കറ്റ് നേടി. എക്കോണമി 3.91 ആണ്. മുഹമ്മദ് ഷമിയാണെങ്കിൽ നല്ലപോലെ വിക്കറ്റുകളൊന്നും നേടിയിട്ടില്ലെങ്കിൽ പോലും അത്യാവശ്യം നല്ലപോലെ വന്നെറിഞ്ഞേ ഉള്ളൂ. 5.38 ആണ് അദ്ദേഹത്തിന്റെ എക്കോണമി വരുന്നത്. അപ്പൊ അങ്ങനെ തന്നെ രവീന്ദ്ര ജഡേജ 1 വിക്കറ്റ് നേടി. 7 ഓവറിൽ 40 റൺസ്. കുൽദീപ് പിന്നെ അത് അക്സർ പട്ടേൽ 1 വിക്കറ്റ് നേടി. അതൊക്കെ പിന്നെ എപ്പോഴായാലും വിക്കറ്റുകളൊക്കെ നേടുന്നേക്കാം. പിന്നെ തിരിച്ച് നമ്മുടെ ബാറ്റിങ്ങിലോട്ട് വരുമ്പോൾ നമുക്കറിയാം 241 റൺസ് മതി. അപ്പം നമുക്ക് കുറച്ചും ശ്രദ്ധിച്ച് കളിച്ച് കഴിഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിലോട്ട് പോകും. ഷഹീൻ അഫ്രീദിയും രോഹിത് ശർമ്മയും തമ്മിലുള്ള ഒരു ബാറ്റിലൊക്കെ നമുക്കറിയാം. അപ്പം അതിന്റെ ഒന്നും യാതൊരുവിധ കുലുക്കവും കാണിക്കാണ്ട് തന്നെയാണ് രോഹിത് ശർമ്മ തുടങ്ങിയത്. അദ്ദേഹത്തിന് അറിയാലോ, പേടിയും ഒന്നും ഇല്ല അദ്ദേഹത്തിന്. അപ്പം അങ്ങനെ അദ്ദേഹത്തിന് അറ്റാക്കിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റാർട്ട് കൊടുത്തു. ഏകദേശം 15 ബോളിൽ 20 റൺസ്, 1 സിക്സും 3 ബൗണ്ടറികളും നേടിക്കൊണ്ട് ഒരു നല്ലൊരു സ്റ്റാർട്ട് കൊടുത്തെങ്കിലും അതേ ഷഹീൻ അഫ്രീദി തന്നെ രോഹിത്തിന്റെ കുറ്റിയെടുത്തത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കഴിവ്, നല്ല കാര്യങ്ങളൊക്കെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യേണ്ടതുണ്ട്. അതാണ് ശരിക്കും ജെന്യുവൻ ആയിട്ടുള്ള ക്രിക്കറ്റിനെ സ്നേഹിക്കുന്ന ഒരു പ്രേക്ഷകന്റെ അല്ലെങ്കിൽ ഒരു ആരാധകന്റെ മീൻസ് ഉള്ളിൽ നിന്നും ഉണ്ടാകേണ്ടത്. അപ്പം വിക്കറ്റ് നേടിയ ആ ഒരു ബോള് ഈ പറയുന്ന പോലെ നല്ല ബോൾ തന്നെയാണ്. അതുകൊണ്ട് ഷഹീൻ അഫ്രീദി നമ്മളത് പ്രശംസിച്ചേ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ രോഹിത്തിന്റെ കയ്യിൽ നിന്ന് എല്ലാവരും കൂടെ തലക്കം വില കാടി മേടിച്ചേനെ. അപ്പൊ അങ്ങനെ തുടക്കം തന്നെ രോഹിത് ശർമ്മയുടെ വിക്കറ്റ് കിട്ടിയപ്പോൾ ഷഹീൻ അഫ്രീദി ഈ പറഞ്ഞ ഭയങ്കര ഓവറായിട്ടുള്ളൊരു ഈ പറഞ്ഞ സെലിബ്രേഷനിലോട്ടൊക്കെ പോയി. അപ്പം അവർ വിചാരിച്ചു ഓക്കെ ഇന്ത്യ പ്രഷറിലോട്ട് പോകുമെന്ന് വിചാരിച്ച് അങ്ങോട്ട് നിൽക്കുമ്പോഴത്തേനും ശുഭ്മാൻ ഗില്ല് രോഹിത്തിന്റെ ആ സംഭവം മേടിച്ചു, ആ അറ്റാക്കിംഗ് മെന്റാലിറ്റിയും മേടിച്ചു. എന്നിട്ട് അദ്ദേഹം ഒരു സൈഡിൽ നിന്ന് അങ്ങോട്ട് തോട്ടാങ്ങി. ഒരു രക്ഷയില്ലാത്ത കളിയാണ്. 46 റൺസ്, 52 ബോളിൽ 7 ബൗണ്ടറികൾ. അദ്ദേഹത്തിന്റെ ചില ഷോട്ടുകൾ, ശുഭ്മാൻ ഗില്ലിന്റെ ചില ഷോട്ടുകൾ കണ്ടോണ്ടല്ലോ നമ്മൾ വാവെന്ന് വെച്ചു പോകും. അതുപോലെ മികച്ച ചില കൗട്ട് ഡ്രൈവും അതുപോലെ മികച്ച ഒരു സിക്സും ഈ പറയുന്ന പോലെ മനോഹരമായിട്ടുള്ള, കഴിഞ്ഞ മത്സരത്തിലാണെങ്കിൽ പോലും ഈ പറയുന്ന പോലെ ബംഗ്ലാദേശിനെതിരെ നടന്ന മത്സരത്തിൽ ഈ പറഞ്ഞ കിടുക്കൻ ഒരു 6 നേടി. നമ്മൾ അതും കണ്ടപ്പോൾ നമ്മൾ വാവെന്ന് വെച്ചു പോയി. അതുപോലെ തന്നെ ഗില്ലിന്റെ ചില ഷോട്ടുകൾ എല്ലാ മത്സരങ്ങളിലും നമ്മൾ വാവ് എന്ന് വെക്കുന്ന രീതിയിലുള്ള ഷോട്ടുകൾ എന്തായാലും ഉണ്ടാവും. ഇത്തവണ അങ്ങനെയുള്ളൊരു കവർ ഡ്രൈവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വളരെ ഭയങ്കര ഈ പറയുന്ന പോലെ രസമായിരുന്നു അദ്ദേഹത്തിന് ആ ഇന്നിങ്സ് കണ്ടുകൊണ്ടിരിക്കാനായിട്ട്. പിന്നെ എടുത്തു പറയേണ്ടത് നമ്മുടെ വിരാട് കോഹ്ലി, കിങ് ഈസ് ബാക്ക്. നമ്മൾ ഒരുപാട് പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന, ഒരുപാട് നമ്മൾ ആഗ്രഹിച്ചിരുന്ന നമ്മുടെ വിരാട് കോഹ്ലി അങ്ങനെ ഒരു സെഞ്ചുറി നേടി. 51ാമത്തെ സെഞ്ചുറിയും ഒഡിയയിൽ 51ാമത്തെ സെഞ്ചുറിയും മൊത്തത്തിൽ ആണ്ടി 80-82 സെഞ്ചുറികളാണ് മൊത്തത്തിലും എടുത്തിരിക്കുന്നത്. അത് മാത്രമല്ല 14,000 റൺസ് എന്നുള്ള ഒരു അപൂർവ നേട്ടമായിട്ടുള്ള 14,000 ക്ലബിലോട്ട് വിരാട് കോഹ്ലി എൻ്റർ ചെയ്യുന്നുള്ളതാണ്. ഈ പറയുന്ന സച്ചിൻ ടെണ്ടുൽക്കറും കുമാർ സംഗക്കാരെയൊക്കെയാണ് അദ്ദേഹത്തിന്റെ കൂടെ ഉള്ളത്, മുന്നിൽ നിൽക്കുന്നത്. അപ്പം അതും ഒരു വലിയ നേട്ടമാണ്. എനിക്കൊന്ന് കുറഞ്ഞ മത്സരത്തിൽ നിന്നാണ്ട് അത്രയും നേടിയത്, അങ്ങനെയായിട്ടൊരു റെക്കോർഡും കൂടെ ഉണ്ട്. അപ്പൊ എന്തായാലും വിരാട് കോഹ്ലി ആ ഒരു ഫോമിലോട്ട് വന്നത് കാരണം നമുക്ക് പാകിസ്ഥാനുമായിട്ടുള്ള ഒരു കളി അതൊക്കെ വിരാട് കോഹ്ലിക്ക് പറ്റത്തുള്ളൂ. ഫോം ഔട്ടിൽ നിന്ന് തിരിച്ചു കയറാൻ, പാകിസ്ഥാനായിട്ടുള്ള ഒരു മത്സരത്തിൽ തിരിച്ചു കയറുക എന്നുള്ളത് അത് ചെറിയ കാര്യമൊന്നുമല്ല. അപ്പം നമുക്ക് എന്തായാലും സെമി ഫൈനൽസ് കാര്യങ്ങൾ, നോക്കൌട്ട് റൗണ്ടുകളൊക്കെ വരുമ്പോഴത്തേനും വിരാട് കോഹ്ലിയുടെ ഈ ഒരു ഫോം നമ്മളെ വളരെയധികം പ്രതീക്ഷ നൽകുന്ന ഒന്ന് തന്നെയാണ്. അത് ശരിക്കും എടുത്തു പറയേണ്ടത് തന്നെയാണ്. അതുപോലെ തന്നെ ശ്രേയസ് അയ്യർ
അദ്ദേഹത്തിന്റെയും കാര്യം നമുക്ക് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ആവശ്യമൊന്നുമില്ല. 56 റൺസ് 67 ബോളിൽ ഏത് സിറ്റുവേഷനിലും എവിടെ ഇട്ടാലും 4 കാലെ വീഴുന്നെന്ന് പറയുന്ന ആളല്ലേ. നമ്മൾ പൂച്ച എങ്ങനെയൊക്കെ ഇട്ടാലും 4 കാലെ വീഴുന്ന് പറയുന്നത് അതുപോലെയാണ് ശ്രേയസ് അയ്യർ. എവിടെ എങ്ങനെ സിറ്റുവേഷൻ എന്തോ ആണോ അദ്ദേഹം നല്ല രീതിയിലുള്ളൊരു ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ട് പോകത്തുള്ളൂ. ഭയങ്കരമായിട്ടുള്ളൊരു ട്രസ്റ്റബിൾ ആയിട്ടുള്ളൊരു ബാറ്ററായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ശ്രേയസ് അയ്യർ. ഒന്നും പറയാനല്ലോ, വളരെ മികച്ചത്. നമുക്ക് ഇന്ത്യയുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, നമ്മുടെ സ്കിൽഡ് ആയിട്ടുള്ള കുറെ ആൾക്കാരുണ്ട്, ഒരു രക്ഷയില്ല കേട്ടോ. അങ്ങനെ ഹർദിക് പാണ്ഡ്യക്ക് കലിപ്പായിരുന്നു. ഹർദിക് പാണ്ഡ്യ വന്നപ്പോ മുതൽ അങ്ങ് അടിക്കാൻ നോക്കിയതാ. പക്ഷെ ഒരു ബൗണ്ടറി നേടി. അതിനുശേഷം പെട്ടെന്ന് തന്നെ പുറത്തായി. അതുകൊണ്ട് തന്നെ വിരാട് കോഹ്ലിക്ക് സെഞ്ചുറി അടിക്കാൻ പറ്റിയെന്നുള്ളതാണ്. അല്ലെങ്കിൽ അദ്ദേഹം 3-4 ബോൾ കളി ഫിനിഷ് ചെയ്തിട്ട് ഹർദിക് പാണ്ഡ്യ തിരിച്ച് കയറി പോയാൻ. അത്രയ്ക്ക് ദേഷ്യമാണ് ഈ പാകിസ്ഥാനോട്. അപ്പൊ അങ്ങനെ പിന്നെ അക്സർ കൂടെ വന്നിട്ട് വിരാട് കോഹ്ലിയോട് എന്നിട്ട് കളി ഫിനിഷ് ചെയ്യുകയാണ്. ലാസ്റ്റില് 2 റൺസ് വിരാട് കോഹ്ലിക്ക് 2 റൺസ് ഈ പറഞ്ഞ ജയിക്കാൻ വേണം. വിരാട് കോഹ്ലിക്ക് സെഞ്ചുറി അടിക്കണമെങ്കിൽ 4 റൺസ് വേണം. ആ ഒരു സിറ്റുവേഷനിൽ വിരാട് കോഹ്ലി ഒരു ബൗണ്ടറി നേടിയിട്ട് എന്താ അല്ലേ മാസ്, ബൗണ്ടറി നേടിയിട്ട് ഈ പറഞ്ഞ വിജയിപ്പിക്കുകയും ചെയ്യുന്നു. നമ്മുടെ കളി സെഞ്ചുറി അടിക്കുകയും ചെയ്യുന്നു, കളി വിജയിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പം അങ്ങനെയൊക്കെയാണ് പാകിസ്ഥാന്റെ ബോളിങ്ങിനെ പിന്നെ നോക്കിയിട്ടൊന്നും കാര്യമില്ലല്ലോ. അപ്പൊ നമ്മൾ ഏകദേശം 43-ാമത്തെ ഓവറിൽ നമ്മൾ കളി ജയിച്ചു. നമ്മളങ്ങനെ പോയിന്റ് ടേബിളിൽ 1ാമത് നിൽക്കുകയാണ്. 2 കളികളിൽ 2 ജയിച്ചുകൊണ്ട്, ന്യൂസിലൻഡ് 1 കളിൽ 1 ജയിച്ചുകൊണ്ട് 2ാമത്തെ ഇതിൽ നിൽക്കുകയാണ്. അടുത്ത് അവർ ജയിച്ചു കഴിഞ്ഞാൽ നെറ്റ് റൺ റേറ്റിന്റെ അടിസ്ഥാനത്തിൽ അവർ 1ാം സ്ഥാനത്തോട്ട് പോകും. പക്ഷെ അതൊന്നും നമുക്ക് ഇനി വിഷയമുള്ള കാര്യമല്ല. അപ്പം നമ്മളങ്ങനെ ഈ പറഞ്ഞ സെമി ഫൈനൽ ഘട്ടങ്ങളിലോട്ട് കയറിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇംഗ്ലണ്ടോ ഓസ്ട്രേലിയയോ നമുക്ക് വരാനുള്ള സാധ്യതകളുണ്ട്. അല്ലെങ്കിൽ സൗത്ത് ആഫ്രിക്ക, ഓസ്ട്രേലിയ സൗത്ത് ആഫ്രിക്കയോ അല്ലെങ്കിൽ ഓസ്ട്രേലിയ ഇംഗ്ലണ്ടും ഇവർ വരാനുള്ള സാധ്യതകളുണ്ട്. ഇപ്പൊ നോക്കൌട്ട് റൗണ്ടിലോട്ട് വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഇനി അടുത്ത നമ്മുടെ മത്സരം ന്യൂസിലാൻഡുമായിട്ടാണ്. ന്യൂസിലാൻഡുമായിട്ടാണ് നമ്മുടെ ഇനി അടുത്ത ലാസ്റ്റ് മത്സരം വരുന്നത്. അപ്പൊ എന്തായാലും ആ മത്സരത്തിന് ശേഷം അതിന്റെ റിവ്യൂ ആയിട്ട് നമ്മൾ വീണ്ടും കാണുന്നതായിരിക്കും. പിന്നെ ഈ വീഡിയോകൾ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. ഈ മത്സരത്തിലെ കുറച്ച് നല്ല വീഡിയോസ് ചെയ്തിട്ട് പിന്നാലെ വരുന്നുണ്ട്. അത് നിങ്ങൾ കണ്ടില്ലെങ്കിൽ നിങ്ങൾ മിസ് ചെയ്യും. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരിക്കുക. ആ വീഡിയോകളൊക്കെ കണ്ടിട്ട് അതിന്റെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് അടുത്ത നല്ല ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.